വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിലെ കപ്പ് പൊക്കാൻ പോകുന്ന മെസ്സിക്ക് സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ നിന്ന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന പെയിന്റിംഗ്. ഹായ് മച്ചാമാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. നമ്മളിത് വേൾഡ് കപ്പ് ആയിട്ട് എന്തേ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോണ്ടന്റ് ഒന്നും വന്നില്ലെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എന്താ സംഭവം എന്നറിയോ? അപ്പോൾ നമ്മുടെ കോണ്ടന്റ് എന്താണെന്ന് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും ഒന്ന് പിടികിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെയിന്റിംഗ് ആണ്. പെയിന്റിങ്ങിനുള്ള ക്യാൻവാസ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ പടം വരയ്ക്കുന്നത് പേപ്പറിലല്ല, കേക്കിലാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. ആ കുഴിവില് കേക്ക് വെച്ച് ക്രീം വെച്ചാണ് നമ്മളിന്ന് പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മൂർച്ചുള്ള കത്തിക്കുന്നു. നേരെ നമ്മുടെ കേക്കിന്റെ ഈ ടോപ്പ് പോർഷൻ നമ്മൾ തൽക്കാലം കൂടെ അരിഞ്ഞ് മാറ്റി വേറൊരു പെട്ടിയിലേക്ക് എടുത്ത് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ കേക്കിലായിട്ട് എടുത്ത് നമ്മൾ ഇതിന്റെ മോൾ ഭാഗം ചെത്തി സെറ്റാക്കി എടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ ക്യാൻവാസിലേക്ക് നമ്മുടെ കേക്ക് സ്പഞ്ചിൽ ഒട്ടിക്കുന്ന പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്ക് ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ക്രീം അടിച്ച് ഇത് ഒട്ടിക്കാൻ പാകത്തിന് ക്രീം ഒരു ലെയർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സ്പഞ്ച് ഇവിടേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്പാച്ച് വെച്ച് എല്ലാം അവിടെ നമ്മളിത് തേച്ച് ഒട്ടിക്കുകയാണ്, അല്ല തേമ്പി. അങ്ങനെ നമ്മുടെ ക്രീം തേമ്പൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്ക് ഇനി നമ്മുടെ കേക്ക് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ്. ഓക്കെ കണ്ട ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്പഞ്ച്. എന്നാലും നമ്മൾ ബാക്കി വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് ഫിനിഷ് ആയിരിക്കുമല്ലേ. ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പടം എന്ന് വെച്ചാൽ ഈ കാണുന്ന പടം കേട്ടോ. ഈ മോഡലൊന്ന് ഇവിടെ കോപ്പി ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പണികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻവാസിലേക്ക് നമ്മൾ നേരെ നമ്മുടെ കയ്യിലുള്ള ചെറിയ പടത്തിനെ കുറച്ച് സ്കെയിലപ്പ് ചെയ്താണ് നമ്മൾ പകർത്തുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഔട്ടർ മാർക്കിംഗ് ആണ്. നമ്മൾ ഇതിന്റെ ഔട്ടർ പരിപാടി ഇതിൽ നമ്മൾ തീർത്തെടുക്കുകയാണ്. ഔട്ടർ മാർക്ക് ചെയ്യുന്ന പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ലൈൻസ് ഇടുമ്പോഴും നമ്മുടെ ചിത്രം നമുക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ബേസിക് ലൈൻസ് ഒക്കെ നമ്മൾ ഔട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കളർ ചെയ്യാനുള്ള പരിപാടികൾ നോക്കട്ടെ. അത് നമ്മുടെ ക്രീമിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യാൻ പോവാണേ. നമ്മൾ ആദ്യം നമ്മുടെ ബ്ലൂ കളറാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് കളർ വെച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട കളറാക്കി എടുക്കണം. ഇനി നമ്മളത് യെല്ലോ ആണ് ചേർക്കുന്നത്, ബ്രൗൺ ആണ്. ഇങ്ങനെ മച്ചാൻ പറയുന്നത് നമ്മുടെ പെയിന്റിങ് തുടങ്ങാറായപ്പോഴേക്കും നേരൊക്കെ ഇരുട്ടി ഇപ്പോൾ ലൈറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ കളറിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ആ ഒരു കളർ നമ്മൾ ബേസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിൽ നിന്ന് തുടങ്ങി ഡാർക്ക് വരുന്ന രീതിയിലേക്കാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുന്നത്. അതും വന്നില്ല, മഴയാണെങ്കിട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻവാസ് സ്റ്റാൻഡിൽ നിന്ന് ഊരി നമ്മുടെ വീടിന്റെ അകത്ത് വെച്ച് പെയിന്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മച്ചാന്മാരെ ഇന്നലെ രാത്രി ഇരുന്ന് നമ്മുടെ മെസ്സിയുടെ ബാക്കി ഫേസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തു. ഈ ട്രോഫി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോയില്ലേ, ട്രോഫി ഞാൻ തീർത്തു വെച്ചേനെ. അപ്പം അങ്ങനത്തെ നമ്മുടെ കേക്ക് പെയിന്റിങ്ങിന്റെ ഏകദേശം അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട ആഘോഷിക്കുന്നു. അത്രയുള്ളൂ. അപ്പോൾ മെസ്സിക്ക് അധികം മുഖത്തിനൊന്നും ഭംഗം വരാത്ത രീതിയിൽ അങ്ങോട്ട് മുറിച്ചോ. എന്നാൽ വിജയാശംസകൾ. ഈ ട്രോഫി പൊക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യാം. മുറിച്ചോ. അങ്ങനെ അർജന്റീന കപ്പടിക്കാൻ റെഡിയാണ്. ഞങ്ങൾ കേക്ക് കഴിച്ച് ആഘോഷിക്കാൻ സംഭവം എങ്ങനെയുണ്ട്? മൊത്തത്തില് അടിപൊളി, സൂപ്പറായിട്ടുണ്ട്.